മട്ടൺ റോസ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി, പിന്നെ മട്ടനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചതാണ്, മസാലയൊക്കെ ചേർത്ത് വേവിച്ചതാണ്. ഇത് ഞങ്ങൾ ഇതൊന്ന് മട്ടൺ റോസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഒക്കെ ഇട്ട് വഴറ്റുക, സവാള ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഈ മട്ടൺ ചേർത്ത് മട്ടൺ കറി ഉണ്ടാക്കും, മട്ടൺ റോസ്റ്റ്. കേട്ടോ കൂട്ടുകാരെ, ഞങ്ങളുടെ മട്ടൺ കറി ഇവിടെ റെഡിയാവുകയാണ്. ഉള്ളിയും തക്കാളിക്കയും വഴറ്റിയതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ മസാലയൊക്കെ ചേർത്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഇതൊക്കെ കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ല വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ട് ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും എല്ലാം ഇട്ട് വഴറ്റിയതിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കുറുകിയെടുക്കുക. മട്ടൺ റോസ്റ്റ്. ഇതാണ് മട്ടൺ റോസ്റ്റ്.